ഇനിയും ഓൾഡ് ടൗൺ മുഴുവനായി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതാണ് കരുതുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പോകുന്ന വഴിയിലൊക്കെ വീണ്ടും വീണ്ടും ഒരുപാട് ഫൗണ്ടൈൻസ് കാണാൻ സാധിക്കും. ബേണിന് മാത്രം അവകാശപ്പെടാവുന്ന പ്രത്യേക തരം ആർക്കിടെക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. തിരക്കുള്ള ഒരു റോഡാണ്, എപ്പോഴും ട്രാമുകളും ഒക്കെ പോകുന്നതാണ്. ഷോപ്പുകളുടെ ഒക്കെ വശത്തായിട്ട് രണ്ട് ഭാഗത്തും യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റിയ പെഡസ്ട്രെയിൻ വോക്കുണ്ട്. അപ്പോൾ ഈ പെഡസ്ട്രെയിൻ വോക്കിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനായിട്ടുള്ള ബെഞ്ചുകളും സൗകര്യങ്ങളും ഒക്കെ കാണാം. മനോഹരമായ ഒരു ടൗൺ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഇവിടെ ഒരു ചർച്ച് കാണാം. ഈ ചർച്ചിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് യാത്ര തുടരാം. ബേൺ ഓൾഡ് ടൗണിലുള്ള ഒരു ചർച്ചാണ്. ഇതിന് വലിയൊരു ക്ലോക്ക് ടവർ ഉണ്ട്. പക്ഷെ ഇത് വളരെ പുരാതനമാണെന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. ഇതിന്റെ വാതിലുകളിലും ഒക്കെ കൊത്തിവെച്ചിരിക്കുന്ന രൂപങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രയോ പഴയ ഒരു നിർമ്മിതിയാണെന്നുള്ളത്. ഇവിടെ ഈ പള്ളിമുറ്റത്ത് ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ബർത്തോൾഡ് അഞ്ചാമൻ 1100കളിലോ 1200കളിലോ ഒക്കെയായി ജീവിച്ചിരുന്ന യൂറോപ്പിലെ ഒരു പ്രധാന ഡ്യൂക്കായിരുന്നു ഇദ്ദേഹം. ബേൺ സിറ്റി ഒക്കെ അതിൻ്റെയൊക്കെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കൽപ്പടവുകളൊക്കെ കയറി നമ്മൾ വീണ്ടും മെയിൻ സ്ട്രീറ്റിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ബെയർ പിറ്റ് കാണാം. ഒരുപാട് സഞ്ചാരികൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് കാണാൻ പറ്റും. കണ്ടില്ലേ? ഇതിന് ചുറ്റോട് ചുറ്റും ഉടനീളം അനേകം സഞ്ചാരികൾ ഈ ബെയർ പിറ്റിലെ കാഴ്ചകൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയി എന്താണ് ഇവിടെ ഇത്ര കാര്യമായി കാണാനുള്ളതെന്ന് നമുക്ക് പോയി. ഓക്കെ, അങ്ങനെ നമ്മൾ ബെയർ പിറ്റിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ ബേണിനും ബെയറിനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ന്യായമായും നമ്മൾ സംശയിക്കാം. ശരിക്കും ഈ ബേൺ ഫൗണ്ട് ചെയ്ത കാലം മുതലേ ഈ ബെയറിനെ പറ്റിയുള്ള ഒരു ലെജൻഡും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം ഏത് സ്ഥലത്തിന്റെ ചരിത്രം എടുത്താലും അതിന് പുറകിൽ ഒരു ലെജൻഡ് ഒക്കെ ഉണ്ടാവാം. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം ഉണ്ടായതെന്നൊക്കെ പറയുന്നത് പോലെ ലെജൻഡുകളുണ്ട്. ഒരു ബെയറിനെ പറ്റിയുള്ള ലെജൻഡാണ് ബേണിന്റെ ചരിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബേണിൽ വന്ന് എവിടെ നോക്കിയാലും ബെയറിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഒരുപാട് കാണാൻ സാധിക്കും. ഫ്ലാഗിലാണെങ്കിലും ബെയറിന്റെ രൂപമുണ്ട്. ഈ ബെയറിനെ അവരെ ഒരുപാട് സ്നേഹിക്കുകയും അതിനെ ഈ സിറ്റിയുടെ കാഴ്ചകളുടെ ഒരു ഭാഗമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പിറ്റൊക്കെ സ്ഥാപിച്ച് അവിടെ കുറെ ബെയറിനെ നല്ല രീതിയിൽ അവർ സംരക്ഷിച്ചു പോരുന്നുണ്ട്. അപ്പൊ ആ കാഴ്ചകളിലേക്കാണ് ഇനിയും പോകുന്നത്. തീർച്ചയായും ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളെ ന്യായമായും വന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് ബേണിലെ ബെയർ പിറ്റ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴേക്ക് നമുക്ക് ആരെ റിവർ ഇതുവഴി ഒഴുകുന്നതായിട്ട് കാണാം. റൈൻ നദിയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ് ഈ ആരെ നദി. ഈ ഭാഗത്തായിട്ടാണ് ഈ ബെയർ പിറ്റ് ഉള്ളത്. റോഡിന്റെ മുകൾ ഭാഗത്ത് നിന്നായാലും താഴ്ഭാഗത്തുള്ള ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആയാലും ഇതിനിടയ്ക്കുള്ള ഇവിടെ ഈ ബെയറുകൾ യഥേഷ്ടം സ്വതന്ത്രമായി അങ്ങനെ സഞ്ചരിക്കുന്നതൊക്കെ കണ്ട് നിൽക്കാനായി ഒരുപാട് സഞ്ചാരികളാണ് ഇവിടേക്ക് വരുന്നത്. മനോഹരമായ കാഴ്ചകളാണ്. ഇവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ബേൺ സിറ്റിയുടെ ഒരു നല്ല ചിത്രം നമുക്ക് കാണാം. ഈ ആരെ റിവറിന്റെ മുകളിൽ കൂടെയുള്ള ഒരു ബ്രിഡ്ജിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ബെയർ പിറ്റിന്റെ ഒരു ഭാഗമാണ് ഇത്. ഉണ്ടല്ലേ? ഇവിടെയൊക്കെ അവ വളരെ ഫ്രീ ആയിട്ട് വിഹരിച്ച് നടക്കാറുണ്ട്. ഇപ്പോൾ മറുഭാഗത്താണ് ബെയറുകൾ വന്ന് നിൽക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇവിടെ ഒരാൾ കുത്തിയിരുന്ന് ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ? ചെമ്പൻ നിറമുള്ള രോമങ്ങളും ഒക്കെയാണ്. സഞ്ചാരികളൊക്കെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ കൂട്ടം കൂട്ടമായി നിൽക്കുമ്പോൾ അതൊന്നും ഗൗനിക്കാതെ കുനിഞ്ഞിരുന്ന് എന്തൊക്കെയോ വലിയ ചിന്തയിലാണ്ടിരിക്കുകയാണ് പുള്ളിയെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ ഒരു അവയ്ക്ക് സ്വതന്ത്രമായി വിഹരിക്കാമെന്ന തരത്തിലൊരു ആവാസ വ്യവസ്ഥിതിയിലാണ് ഇവയെ തുറന്നു വിട്ടിരിക്കുന്നത്.
2-3 സെക്ഷനുകളായിട്ടാണ് ഈ ബെയർ പിറ്റിനെ തിരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സെക്ഷൻ, അതിനപ്പുറത്ത് മറ്റൊരു സെക്ഷൻ. ഈ ബെയറിനെ പറ്റിയുള്ള ചില വിവരങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ദൂരെയായി ഒരു ചെറിയ ബെയർ നടന്നു വരുന്നുണ്ട്, ഒരു കരടിക്കുട്ടി. അപ്പോൾ ഇതൊക്കെയാണ് ബെയർ പിറ്റിന്റെ കാഴ്ചകൾ. ഇവിടെ ടൂറിസ്റ്റുകളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. ഇതൊക്കെ ബേണിലെ കാഴ്ചകളുടെ ഭാഗമാണ്. ആരെ നദിയുടെ മനോഹരമായ കാഴ്ചകൾ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ബ്രിഡ്ജും അതിനപ്പുറത്തായി ആ ചർച്ചിന്റെ ഗോപുരവും ഒക്കെ കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ഒരു സിറ്റി. ബേൺ സിറ്റിയെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാൽനട യാത്രക്കാർക്കുള്ള സൗകര്യം. ഇത്രയും പഴയ ഒരു സിറ്റിയാണ്. ഇത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവർ ചെയ്തിരിക്കുന്നത് കാൽനട യാത്രക്കാർക്ക് സുഗമമായി തെരുവിൽ നിന്ന് മാറി നടക്കത്തക്കവണ്ണം ഉള്ള സംവിധാനം 2 വശത്തുമായി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നടന്നെത്തിയിരിക്കുന്നത് ബേണിലെ കത്തീഡ്രലിൻ്റെ മുൻപാകെയാണ്. ബേൺ മിൻസ്റ്റർ എന്നാണ് ഈ കത്തീഡ്രൽ അറിയപ്പെടുന്നത്. 1400-കളിൽ നിർമ്മിക്കപ്പെട്ട ഒരു വലിയ ചർച്ചിൻ്റെ മുമ്പാകെയാണ് നാം ഇപ്പോൾ ഉള്ളത്, ബേൺ കത്തീഡ്രൽ. ബേൺ കത്തീഡ്രലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ എൻട്രൻസ്, ഇതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ മുകളിലായി ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു നല്ല തികഞ്ഞ ഒരു കലാരൂപമാണ്. അപ്പോൾ നമുക്ക് ഈ കത്തീഡ്രലിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കത്തീഡ്രലിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ ഈ എൻട്രൻസിൻ്റെ മുകളിലായി ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നതാണ് ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. മിഖായേൽ മാലാഖ വാളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന രൂപം ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മേളിലുമുണ്ട്. അവിടെ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് നടത്തുന്ന ഒരു കാര്യമാണ് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ കാണുന്നത് നല്ലവരും ചീത്തയായുമുള്ള മനുഷ്യരെയൊക്കെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. സ്വർഗത്തിലേക്ക് വിടുന്നവരെ, തിരഞ്ഞെടുക്കുന്നവരെ സ്വർഗത്തിലേക്ക് അയക്കുന്നു. നരകത്തിൻ്റെ ഒരു രൂപവും ആ ഭാഗത്തായിട്ട് ചില ഭീകര ജീവികളെയൊക്കെ അവിടെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം തിന്മയിൽ കൂടെ ജീവിച്ചവരെയൊക്കെ നരകാഗ്നിയിലേക്ക് തിരഞ്ഞെടുത്ത് വിടുന്നതും ഒക്കെയാണ് ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ? സ്വിറ്റ്സർലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ചർച്ചുകളിലൊന്നാണ് ബേൺ കത്തീഡ്രൽ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴേക്കും നമുക്ക് കത്തീഡ്രലിൻ്റെ ഒരു മുഴുവനായ ചിത്രം കാണാൻ സാധിക്കും. 1400-കളിൽ ഇത് പണിത് ഉയർത്തുമ്പോൾ മിഡിൽ ഏജസിനെ സംബന്ധിച്ചിടത്തോളം, മധ്യകാലഘട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അന്നുണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദേവാലയമായിരുന്നു ഇതെന്നുള്ളത് എടുത്തു പറയേണ്ടതായ വിശേഷമാണ്. അപ്പോൾ ഈ ദേവാലയത്തിനോടനുബന്ധിച്ച് ചില ബിൽഡിങ്ങുകളും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ അവിടെ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ട് ഒരു ബെയറിൻ്റെ ചിത്രം കാണാം. അത് മുമ്പ് പറഞ്ഞതുപോലെ ബേണിൽ എവിടെ ചെന്ന് നോക്കിയാലും ഒരു കരടിയുടെ രൂപം കാണാമെന്നുള്ളതാണ്. അത് ബേണിൻ്റെ ഒരു മാസ്കോട്ട് എന്ന നിലയ്ക്ക്. ഇവിടെയും ഒരു ഫൗണ്ടൈൻ കാണാം. നമുക്ക് ദേവാലയത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം. ഈ ചർച്ചിൻ്റെ ഒരു ഭാഗം മുഴുവൻ മെയിൻ്റനൻസ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഗ്ലാസ് പെയിൻറ്റിങ്ങുകളൊക്കെ കൊണ്ട് അലങ്കൃതമാക്കിയിരിക്കുന്ന ഒരു നല്ല ദേവാലയം. ഈ പള്ളിയുടെ മുമ്പിലായി ഒരു വിൻഡ് ഓർഗൻ വെച്ചിട്ടുണ്ട്. ഫയർ സർവീസൊക്കെ നടത്തുമ്പോഴായിട്ട് പാട്ടുകൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന വിൻഡ് ഓർഗനാണ് ഇത്. ഈ കത്തീഡ്രലിലെ മറ്റൊരു പ്രത്യേകത ഈ ഒരു ക്രൂശിൽ നിന്ന് ഇറക്കി കടത്തിയിരിക്കുന്ന യേശു, ആ വിലാപ്പുറത്തെ ശൂലം കൊണ്ട് കുത്തേറ്റ് ഉണ്ടായ ആ മുറിവ് വിലാപ്പുറത്ത് കാണാൻ സാധിക്കും. ക്രൂശിൽ നിന്നും ഇറക്കി കിടത്തിയിരിക്കുന്ന യേശുവിൻ്റെ
മുമ്പാകെ മറിയം വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച, ആ ഒരു സ്കൾപ്ചറാണ് ഇവിടെ കാണാനുള്ളത്. മാർബിളിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഈ സ്കൾപ്ചർ എത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് അതിശയത്തോടു കൂടി മാത്രമേ നോക്കിക്കാണാൻ സാധിക്കൂ. ആണി കൊണ്ട് ഏറ്റ മുറിവുകൾ, വിലാപ്പുറത്തെ കുന്തം കൊണ്ടേറ്റ മുറിവുകൾ ഒക്കെ. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ ശരീരത്തിൽ തൈലം പൂശാനായി വെച്ചിരിക്കുന്ന കുടവുമായിട്ടൊക്കെ മഗ്ദലന മറിയം നിൽക്കുന്നതായിരിക്കാം. ആ ഒരു കാഴ്ചയാണ് ഇവിടെ ഈ സ്കൾപ്ചർ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. മനോഹരമായ ഗ്ലാസ് പെയിന്റിങ്ങുകൾ കാണാം. ഇവിടെയും പ്രത്യേകമായ ഒരു നിർമ്മിതിയുണ്ട്. ഒരു സ്കൾപ്ചർ, ബ്രോൺസിൽ തീർത്തിരിക്കുന്ന ഒരു സ്കൾപ്ചർ കാണാം. പഴയ വാതിലുകൾ, ഗോത്തിക് സ്റ്റൈലിലുള്ള ഒരു ദേവാലയം തന്നെയാണിത്. ഈ ഗ്ലാസ്സുകളിലെല്ലാം ഉള്ള പെയിൻറ്റിങ് യേശുവിൻ്റെ ബൈബിളിലെ കഥകളൊക്കെ തന്നെയാണ് ഇവിടെ നറേറ്റ് ചെയ്തിരിക്കുന്നത്. ബേൺ ഓൾഡ് സിറ്റി ഒക്കെ കഴിഞ്ഞ് നമ്മളിനി ബേൺ പാർലമെൻറ്റിൻ്റെ കാഴ്ചയിലേക്കാണ് പോകുന്നത്. സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും മനോഹരമായ സിറ്റികളിലൊന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ബേൺ. അതിൻ്റെ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ തന്നെയാണ് അതിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് പറയാതെ പറ്റില്ല. ബേൺ കത്തീഡ്രലിൽ നിന്നും ഇറങ്ങി ഒരു 5 മിനിറ്റ് നടക്കുമ്പോഴേക്കും നമുക്ക് സ്വിറ്റ്സർലൻഡിൻ്റെ പാർലമെൻറ്റിൻ്റെ കാഴ്ചകളിലേക്ക് എത്താം. അപ്പോൾ ഇവിടെ കാണുന്നതാണ് സ്വിസ് പാർലമെൻറ്റ്. കണ്ടല്ലേ, മനോഹരമായ ഒരു ബിൽഡിംഗ് തന്നെയാണ് സ്വിസ് പാർലമെൻറ്റ്. അപ്പം നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിലോട്ടൊക്കെ ഇതുപോലെ നടക്കുന്നൊന്ന് സങ്കല്പിച്ച് നോക്കാൻ പറ്റുമോ? കാരണം പൊതുജനത്തിനെന്നല്ല ഒരു മനുഷ്യർക്ക് അവിടെ അടുക്കാൻ സാധിക്കില്ല. സെക്യൂരിറ്റി ത്രട്ട് അത്ര ഭയങ്കരമാണെന്നുള്ളതാണ്. സ്വിറ്റ്സർലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സമാധാനപൂർണമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം സെക്യൂരിറ്റി ത്രട്ടോ അതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഈ ബിൽഡിങ്ങിൽ, ഇപ്പോൾ ഇത് പാർലമെൻറ്റ് ബിൽഡിങ്ങിലാണ് നമ്മളുള്ളത്. റിവർ ആരെ താഴെയായിട്ട് നമുക്ക് കാണാം. റിവർ ആരയുടെ ബാങ്കിലായിട്ടാണ് ഈ പാർലമെൻറ്റ് മന്ദിരം നിലകൊള്ളുന്നത്. നമുക്ക് ഇവിടേക്ക് ഇറങ്ങിച്ചെന്ന് ഈ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഉണ്ടല്ലേ, അവിടെ റിവർ ആരെ മനോഹരമായിട്ട് ഇങ്ങനെ ഒഴുകുന്നു. ദൂരെ ആൽപ്സ്, സ്വിസ് ആൽപ്സിൻ്റെ കൊടുമുടികൾ കാണാം. ഉണ്ടല്ലേ, ഇവിടെ പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന മലനിരകൾ, ബേൺ പട്ടണം അങ്ങനെ ഈ ആരെ റിവറിൻ്റെ 2 ഭാഗത്തുമായി കിടക്കുന്നു. ഇവിടെ പാർലമെൻറ്റ് മന്ദിരം, മനോഹരമായ ഒരു മന്ദിരം. ടൂറിസ്റ്റുകളും അല്ലാത്തവരും ഒക്കെയായി ഈ മന്ദിരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നു. നമുക്ക് ഈ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പ്രധാന കവാടത്തിൻ്റെ ഭാഗത്തേക്ക് പോയി അവിടെയുള്ള കാഴ്ചകളും കൂടെ ഒന്ന് കാണാം.
ഇപ്പോൾ സ്പ്രിങ് ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അധികം പൂക്കളൊന്നും കാണാനില്ല. ഒരു ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എല്ലാം പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കും. 121 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് വ്യക്തമായി പറഞ്ഞാൽ 1902 പണി തീർത്ത ഒരു മനോഹരമായ മന്ദിരമാണ് ഈ സ്വിസ് പാർലമെൻറ്റ്. ഈ ബിൽഡിങ്ങിൻ്റെ ഈ ഭാഗത്തായി കുറച്ച് കൽപ്പടവുകളുണ്ട്. ഇതിലെ കയറി ചെല്ലുമ്പോൾ എന്ത് കാണാൻ പറ്റുമെന്ന് നോക്കാം. ഈ മന്ദിരങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പാസേജ് ഉണ്ട്. ഒരു വലിയ മന്ദിരം തന്നെയാണിത്. ഈ ഒരു പ്രദേശമാകെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്, കണ്ടില്ലേ? ഇവിടെ ഒരു സ്ക്വയറിലായി വിസിറ്റേഴ്സ് ഒരുപാട് പേർ വന്നിരിപ്പുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഫൗണ്ടെയിൻ കാണാം. ഇവിടെ ഒരു ചെസ് ബോർഡ് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു സ്കൾപ്ചർ. അതുകൊണ്ട് വേണമെങ്കിൽ ഇത്രയും വലിയൊരു ചെസ് ബോർഡിൽ നമുക്ക് ചെസ് കളിക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഓക്കെ, രണ്ട് ഭാഗത്തായി ഇവിടെ ഇതുപോലെ ചെസ് ബോർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും വലിയൊരു ബോർഡ് വെച്ച് ചെസ് കളിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാം. അപ്പോൾ ഇതാണ് പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുൻഭാഗം. അവിടെയും ഒരു മനോഹരമായ ഫൗണ്ടെയിൻ ഉണ്ട്. ആ ഫൗണ്ടൻ്റെ മുകളിലുള്ള ആ സ്കൾപ്ചറിൻ്റെ പരിചയിലും ഒരു ബെയറിൻ്റെ രൂപം കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. മനോഹരമായ ഒരു ഫൗണ്ടെയിൻ. അപ്പോൾ ഇതാണ് സ്വിസ് പാർലമെൻറ്റ്. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാനുണ്ട്. കൂടുതൽ വ്യത്യസ്തമായ കാഴ്ചകൾ, ഒരുപാട് ഇൻഫർമേറ്റീവായിട്ടുള്ള വിവരണങ്ങൾ, ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഓരോ സിറ്റികളിലും അറൈവ് ചെയ്യുന്നതിനെ പറ്റിയും അവിടെയുള്ള കാര്യങ്ങൾ കാണുന്നതിൽ കൂടെ നിങ്ങൾ ഇനിയും യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരുപാട് ഇൻഫർമേഷൻ ഉണ്ടായിക്കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യാത്ര സുഗമമായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ പലയിടത്തുമായി ഞാൻ ഒരുപാട് ട്രാവൽ ടിപ്പുകളും തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ലുസേണിൻ്റെ കാഴ്ചകളിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ സമയം പാഴാക്കുന്നില്ല. ഈ മന്ദിരത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിച്ചു. ലുസേണിലേക്ക്